ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മോഡൽ വിക്ടോറിയസിന്റെ ബേസ് LXi വേരിയന്റ് ആണ്. 12.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് കാർ ഇൻ ദ സെഗ്മെന്റ് വിക്ടോറിയസിന്റെ ഈ ബേസ് LXi വേരിയന്റ് ആണ്. ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളായ നമ്മളുടെ ഹൈറൈഡർ, ഗ്രാൻഡ് വിറ്റാര, ക്രെറ്റ, സെൽട്ടോസ് ഈ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക വിക്ടോറിയസിന്റെ ഈ ബേസ് വേരിയന്റ് ആയിരിക്കും. കാരണം ആ ഒരു ബഡ്ജറ്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട അതിൽ കൂടുതലോ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ വാഹനം തരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വിക്ടോറിയസ് ആ ഒരു ബഡ്ജറ്റിൽ കൺസിഡർ ചെയ്യാം? വിക്ടോറിയസിന്റെ ഓഫറിന് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വിക്ടോറിയസ് ബേസ് LXi വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ LXi ആൻഡ് VXi എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എക്സ്റ്റീരിയറിൽ സെക്കൻഡ് വേരിയന്റ് ആയിട്ട് VXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് ഇതിന്റെ മിറേഴ്സും ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഫിനിഷ് ആണ്. റൂഫ് റെയിൽസ് ഇല്ല, ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ VXi ആൻഡ് LXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിൽ ഏകദേശം 1.5 ലക്ഷം രൂപ കൂടുതൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ വിക്ടോറിയസിന്റെ ഒരു മാനുവൽ വേരിയന്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ബേസ് LXi വേരിയന്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അത് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ വേരിയന്റിന്റെ മറ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ VXi ആൻഡ് LXi എക്സാക്ട് സിമിലർ ലുക്കാണ്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജനുള്ള ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ട് പാർക്ക് ലൈറ്റും കാണാനായിട്ട് പറ്റും. നമുക്ക് ഫ്രണ്ടിലി ഒരു ക്രോം സ്ട്രിപ്പ് എല്ലാ വേരിയന്റുകളും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടേക്ക് ചെല്ലുമ്പോൾ അതൊരു DRL പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു പീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാം. ടോപ്പ് എൻഡിൽ വരുന്ന സെയിം ഫോഗ് ലൈറ്റ് 7000 രൂപ എങ്ങനെയാണ് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് വരുന്നത്. ഫ്രണ്ടിൽ ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ സിൽവർ ഫിനിഷ് സ്കിപ്പ് പ്ലേറ്റ് കാണാം. 210 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ഈ ഒരു പോർഷൻ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടോപ്പ് എൻഡിലൊക്കെ ഇവിടെ അഡാസ് വരുന്നത് കൊണ്ട് അതിന്റെ ഒരു സെൻസർ കാര്യങ്ങൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഗ്രില്ല് എന്ന് പറയാം. അതിനകത്ത് ക്രോം ഇൻസേർട്ട് ഒക്കെ കൊടുത്ത് ഒരു പ്രീമിയം ഫിനിഷ് ഒക്കെ ഫ്രണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ VXi വേരിയന്റ് ആയിട്ട് വരുന്ന ഓരോ ഒരു ഡിഫറൻസ് നമുക്ക് ഈ മിറേഴ്സ് ബ്ലാക്ക് ഫിനിഷ് ആണ്, അല്ലെങ്കിൽ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് ആണ് എന്നുള്ളത് മാത്രമാണ്. മറ്റെല്ലാ ലുക്കും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 215 60R17 ആണ് ടയർ സൈസ്. ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസ് ആണ്. അപ്പോൾ അലോയ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്റാരയുടെയോ അല്ലെങ്കിൽ വിക്ടോറിയസിന്റെ അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. 46,000 രൂപയുടെ അടുത്താണ് ഇതിന് കോസ്റ്റ് വരിക. ഇതിനകത്ത് അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകൾ ബേസ് വേരിയന്റിലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. വശങ്ങളിലെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫംഗ്ഷണലായിട്ട് കീ കൊടുത്തിരിക്കുന്നു. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ്. അടുത്ത റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ്. റൂഫ് റെയിൽസ് ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ ഷാർപ്പിന് ആന്റിന കാണാം. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു B പില്ലർ ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. C പില്ലറിലേക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ഈ ഒരു പോർഷൻ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ആ ഒരു B പില്ലറും കൂടി ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് ആയിട്ട് ഈ വാഹനം മാറും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയന്റുകളോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നില്ല. ലുക്ക് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. നടുക്കൊരു ഹൈ മോട്ടർ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഡിഫോഗർ ഉള്ള ഗ്ലാസ് ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. വൈപ്പേഴ്സ് വരുന്നില്ല. വൈപ്പേഴ്സ് നമുക്ക് ZXi വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇവിടെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഇല്ലെങ്കിലും അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഒക്കെ ഇപ്പോൾ പലരും ആക്സസറി ആയിട്ട് പുറത്തുനിന്ന് ചെയ്യുന്ന കാണാറുണ്ട്. ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. നമുക്കിവിടെ ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. അതിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വിക്ടോറിയസിന്റെ ഒരു ബാഡ്ജിങ് കാണാം. റിവേഴ്സ് ക്യാമറ ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഈ ഒരു റിഫ്ലക്ടറിനോട് ചേർന്ന് 2 വശത്തും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ബാക്കിലും ആ സിൽവർ ഫിനിഷിൽ സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 439 ലിറ്റർ ആണ് അതിന്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ബേസ് വേരിയന്റിലും 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 60/40 സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഇതിനകത്ത് വീൽ കവറുകൾ വരുന്ന ബോക്സ് ആണ്. ബാക്കിലേക്ക് വേറെ ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വേറെ ബൂട്ട് ലൈറ്റോ സംഭവങ്ങളൊന്നും വരുന്നില്ല. ഇതിൽ സ്പെയർ വീല് ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ഒരു സ്പേസ് എല്ലാം നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുകൂടെ ഉണ്ടെങ്കിൽ 600 ലിറ്ററിന് മുകളിൽ സ്റ്റോറേജ് സ്പേസ് ശരിക്കും നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പാഴ്സൽ ട്രേ വരുന്നില്ല. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഇനി ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കാണാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ലോക്ക് ആൻഡ് അൺലോക്കിന്റെ ഓപ്ഷൻ കാണാം. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്തെ ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്നുണ്ട്. ഈ വേരിയന്റിൽ നമുക്ക് ഫ്രണ്ടിൽ 2 സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ സ്പീക്കേഴ്സ് വരുന്നില്ല, നിങ്ങൾ പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിനാണ് കൊടുത്തിരിക്കുന്നത്. റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് മാനുവൽ വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ബേസ് വേരിയന്റിലും വരുന്നുണ്ട്. AC വെന്റ്സ് ചുറ്റുമെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. LXI വേരിയന്റിന്റെ ഇന്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആരും ഒരു ബേസ് വേരിയന്റ് ആണെന്ന് പറയില്ല. സെക്കൻഡ് വേരിയന്റിന്റെയും അല്ലെങ്കിൽ തേർഡ് വേരിയന്റിന്റെ വരെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് നമുക്ക് ഇന്റീരിയർ ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ZXI വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സോഫ്റ്റ് ടച്ച് വരുന്നു എന്നുള്ളതാണ് ഡിഫറൻസ്. ബാക്കി എല്ലാ ലേഔട്ടും കാര്യങ്ങളും എക്സാക്ട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈവൻ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിന്റെ ഈ പോർഷനും എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ മാരുതിയുടെ ഇതുവരെ ഒരു വാഹനങ്ങളിലും കാണാത്ത ഒരു പുതിയ സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശം നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് ബോട്ട് ഉള്ള റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. അതിനകത്ത് ഒരു സിൽവർ ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇടതുവശമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്ററും സ്പീഡോമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. നമ്മൾ മാരുതിയുടെ പല വാഹനങ്ങളിലും കണ്ടിരിക്കുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു ബാറ്ററിയുടെ ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതി ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് ബേസ് വേരിയൻ്റ് തൊട്ട് ഓട്ടോ AC ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻസ്, അങ്ങനെ ആവറേജ് ഫ്യൂവൽ, ആവറേജ് സ്പീഡ്, എനർജി ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സ്മാർട്ട് ഹൈബ്രിഡ് ബാറ്ററിയുടെ ഒരു ഫംഗ്ഷൻ കാര്യങ്ങൾ, പിന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുക. നമ്മളുടെ സുസുക്കി കണക്റ്റൊക്കെ ഉപയോഗിച്ച് അതിനകത്ത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. 2 സ്പീക്കർ മാത്രമാണ് നമുക്ക് ബേസ് വേരിയന്റിൽ വരുന്നുള്ളൂ. ബാക്കിലേക്ക് സ്പീക്കേഴ്സ് കാര്യങ്ങളോ ടൂട്ടേഴ്സോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാം. റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ഒരു വോളിയം റോക്കർ ബട്ടണും വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരുന്നു. ഗിയർ ലിവർ രീതിയിൽ എല്ലാ വാഹനങ്ങളും കാണുന്ന ബ്ലാക്ക് ഫിനിഷുള്ള ഗിയർ ലിവർ, അതിനുള്ള പൗച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു അത് കറക്റ്റ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇവിടെ കാണാനായിട്ട് പറ്റും. കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെന്റർ ആംറെസ്റ്റ് ബേസ് വേരിയന്റ് വരുന്നുണ്ട്. സോഫ്റ്റ് ടച്ച് ആണ് ടോപ്പിൽ. അതിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ക്വാർട്ടർ സൈഡിൽ സൺവൈസസ് വരുന്നുണ്ട്. മിറർ ഉൾപ്പെടുത്തിയിട്ടില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളുടെ വിക്ടോറിയസ്. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ സൈലന്റ് ആണ്, വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മാരുതിയുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. പലപ്പോഴും ഈ വാഹനത്തിന്റെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ എഞ്ചിൻ ഓൺ ആണോ എന്നറിയണമെങ്കിൽ നമ്മൾ മീറ്ററിലേക്ക് നോക്കേണ്ടി വരും. അത്രയ്ക്ക് സൈലന്റ് ആണ്. ഇപ്പോൾ AC ഓൺ ആണ് ഈ വാഹനത്തിന്റെ, എഞ്ചിൻ ഓൺ ആണ്, NVH ഒക്കെ പക്കയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ മോസ്റ്റ് സൈലന്റ് ക്യാബിൻ വിക്ടോറിയസിന്റെയാണ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ബാക്കിലെ ഡോർ പാഡിന് സോഫ്റ്റ് ടച്ച് കാണാം. ഇവിടെ പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇവിടെ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഒരു ഡ്യുവൽ ടോൺ ഒരു വൈറ്റ് ഫിനിഷും ഇവിടെ കാണാം. കപ്പ് ഹോൾഡേഴ്സ് കാണാം. സ്പീക്കർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, സ്പീക്കർ വരുന്നില്ല. ബാക്കിലേക്ക് AC വെന്റ് ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നുമില്ല. താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, സെന്റർ ആം റെസ്റ്റ്, അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം.
നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ബാക്ക് സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 12 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഒന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. 2 വശത്തും റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർസൽ വരുന്നില്ല, നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. വിക്ടോറിയസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെന്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ നമ്മളുടെ വിക്ടോറിയസ് ആണ്. കാരണം ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് ടൈപ്പ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, പിന്നെ സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അങ്ങനെ ഒരു ബേസ് വേരിയന്റ് വാഹനത്തിൽ, ഈ സെഗ്മെന്റിലെ ബേസ് വേരിയന്റ് വാഹനത്തിൽ കാണുന്നതിൽ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് വിക്ടോറിയസിൽ കാണാനായിട്ട് പറ്റും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ ബേസ് വേരിയന്റ് നമുക്ക് മാരുതിയുടെ ടൊയോട്ട സ്റ്റാർട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനായിട്ടാണ് വരുന്നത്. 103 HP ആണ് ഉൽപ്പാദിപ്പിക്കുന്ന പവർ. 139 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയാം. ഇതിന്റെ മൈലേജ് കമ്പനി 21.87 ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 16 എന്താണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ 17 വരെയൊക്കെ ഈ ഒരു എഞ്ചിൻ നിങ്ങൾക്ക് മൈലേജ് തരും. അതല്ല, നിങ്ങൾക്ക് മൈലേജ് കൂടുതൽ വേണമെങ്കിൽ വിക്ടോറിയസിന്റെ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് CNG അവൈലബിൾ ആണ്. ആ വാഹനം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. LXi CNGയുടെ സെയിം എഞ്ചിനാണ്. പവർ നോക്കുകയാണെങ്കിൽ 87 HP പവറും 121.5 NM ടോർക്കും ഉണ്ട്. അപ്പൊ ടോർക്കിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് CNG ആണെങ്കിലും നമുക്ക് പവർ ലാഗൊന്നും ഫീൽ ചെയ്യില്ല. ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനായിട്ട് തന്നെ CNGയും ഫീൽ ചെയ്യും. മൈലേജ് ആണ് ഹൈലൈറ്റ്. 27 km/ലിറ്റർ ആണ് മൈലേജ് വരുന്നത്. ആ CNG വന്നപ്പോഴും നമ്മൾക്ക് ബൂട്ട് സ്പേസിന് കൺസേൺസ് ഒന്നും വരുന്നില്ല. ഡ്യുവൽ ടാങ്ക് ആയിട്ട് ബൂട്ടിന്റെ അകത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ബൂട്ട് സ്പേസും കിട്ടും, മൈലേജും ലഭിക്കും. വിക്ടോറിയസിന്റെ 2026 അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, ഇപ്പോൾ 2026 മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾക്ക് വിക്ടോറിയസ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടൈം ആയിട്ട് 50,000 രൂപയുടെ ലോയൽറ്റി ബെനിഫിറ്റ് മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ മാരുതിയുടെ ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ ഓഫർ ലഭിക്കും. അതല്ല, 25 മാനുഫാക്ചർ ചെയ്ത കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ്. അതിന് ലോയൽറ്റി ബോണസ് പ്ലസ് 50,000 രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് 2025 മാനുഫാക്ചർ ചെയ്ത വിക്ടോറിയസിന്റെ ഒരു വാഹനമാണ് എങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപ ഒരു ഓഫർ ലഭിക്കും. ഇപ്പോൾ 2026 അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് LXi വേരിയന്റ് നിങ്ങൾ കാണുന്ന വാഹനം നിങ്ങൾക്ക് 12,55,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ്. ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ ഏത് വാഹനം നോക്കുന്നുണ്ടെങ്കിലും വിക്ടോറിയസിന്റെ ഈ ബേസ് LXi വേരിയന്റും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇനി ഈ LXi വേരിയന്റ് തന്നെയാണ് നമുക്ക് CNG അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 13,75,000 രൂപ. ഈ വാഹനത്തെക്കാളും ഏകദേശം 1,20,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് CNG എടുക്കാം. ഈ CNG വാഹനം നിങ്ങൾ CNGയിൽ ഓടിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് 87 HP പവർ ലഭിക്കുക. ആ സമയത്ത് CNG സ്വിച്ച് ചെയ്ത് നിങ്ങൾ പെട്രോളിൽ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്രോളിന്റെ പവർ കാര്യങ്ങൾ ആ വാഹനത്തിന് ലഭിക്കും. ഇനി VXi വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന VXi വേരിയന്റ് ആണ്. VXi മാനുവൽ 14,10,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXi ഓട്ടോമാറ്റിക് 15,90. വിക്ടോറിയസിന്റെ ഒരു ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ VXi വേരിയന്റെങ്കിലും എടുക്കേണ്ടി വരും. അതിന് 15,90 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ടൊരു വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് ZXiലേക്ക് പോവാം. ZXi വേരിയന്റ് ZXi മാനുവലിന് 16, 15, ZXi ഓട്ടോമാറ്റിക്കിന് 18, 30 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമ്മുടെ ഹൈബ്രിഡിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് VXi ഹൈബ്രിഡ് ആണ്. ആ വാഹനം 19,80,000 രൂപ. അപ്പൊ ഇതാണ് വിക്ടോറിയസിന്റെ പ്രൈസ് വരുന്നത്. സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളായ പുതിയ സെൽട്ടോസ്, പുതിയ സിയാറ, പിന്നെ നമ്മളുടെ ക്രെറ്റ, പിന്നെ ഹൈറൈഡർ, ഇത്രയും വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ വിക്ടോറിയസിനുള്ള അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, ഒന്ന്, മോർ മൈലേജ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ മാരുതിയുടെ ടൊയോട്ട സ്റ്റാർട്ടുള്ള 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ലഭിക്കും. സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളെക്കാളും കുറച്ചുകൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം ലഭിക്കും. പ്ലസ് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ ഏറ്റവും, അതായത് ഒരു ബേസ് വേരിയന്റ് എടുത്ത് മോഡിഫൈ ചെയ്യാൻ ഏറ്റവും പ്രൈസ് കുറച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുമ്പോൾ ഒരു ടോപ്പ് എൻഡ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വാഹനവും വിക്ടോറിയസ് തന്നെയാണ്. അതാണ് ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിക്ടോറിയസിനുള്ള മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ആക്സസറീസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്നോ പുറത്തു നിന്നോ ഒരുവിധം എല്ലാ ആക്സസറീസും കോമൺലി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മാരുതിയുടെ ആ ഒരു സർവീസ് ശൃംഖല കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 1 ലക്ഷം രൂപ വരെയുള്ള ഓഫർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ, എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.